ഹായ് ഗൈസ്, നമ്മൾ മലയാളികൾ ജർമ്മനിയിൽ വന്നാൽ ഞെട്ടാൻ പോകുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ആ 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ജർമ്മനിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്താ മിനറൽ വാട്ടറോ കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ബോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള ക്യാനിലോ മേടിക്കുകയാണെങ്കിൽ ഇതേപോലൊരു സിമ്പിൾ ബോട്ടിൽസിൽ കാണും. ഇങ്ങനെ സിമ്പിൾസ് ഉള്ള ബോട്ടിൽസ് എല്ലാം നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. 25 യൂറോ അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് മേടിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് റൂഹെ സൈറ്റ് അല്ലെങ്കിൽ റൂഹെ ടാഗ് എന്ന്. ഇവിടെ സൺഡേ എന്ന് പറയുന്നത് റൂഹെ ടാഗ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ സൺഡേ എന്ന ദിവസത്തിൽ ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തുമില്ല. അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, പക്ഷേ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ അന്നത്തെ ദിവസം ഓവറായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളോ വെച്ചാൽ നമ്മുടെ നൈബേഴ്സിനോ അല്ലെങ്കിൽ നൈബേഴ്സിന് എന്ത് ചെയ്യാം, പോലീസിനെ വിളിക്കാനുള്ള റൂള് വരെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ റൂഹെ സൈറ്റ് രാത്രി 8 മണിക്ക് ശേഷം റൂഹെ സൈറ്റ് ആയിട്ടാണ് ഇവർ കണക്കാക്കപ്പെടുന്നത്. അതായത് ഇവർക്ക് ഉറങ്ങാനുള്ള സമയം. ആ സമയത്ത് നമ്മൾ ബഹളം വെച്ചാൽ അവർക്ക് പോലീസിനെ വിളിക്കാനുള്ള റൂൾസ് ഉണ്ട് ഇവിടെ. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജർമ്മൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി. നമ്മൾ എല്ലായിടത്തും പങ്ക്ച്വൽ ആയിരിക്കണം. ജർമ്മൻസ് ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതായത് പങ്ക്ച്വാലിറ്റി അവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതേപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്യുക. ബൈ.